പാലക്കാട് NMR റസാഖ്, പാലക്കാട് LDF സ്വതന്ത്രൻ NMR റസാഖ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ വോട്ട് പാലക്കാട് തന്നെ ആയിരിക്കണം, പാലക്കാട് തന്നെയാണ്. NMR റസാഖ് വോട്ട് രേഖപ്പെടുത്തുകയാണ് അവിടെ. പാലക്കാടും ഈ പറഞ്ഞ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. MK പ്രേമേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കണം. നല്ല ആത്മവിശ്വാസമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഉള്ളത്. അതിലേറ്റവും പ്രധാനം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത്രയേറെ ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ CPM-ന്റെ നേതൃത്വത്തിലുള്ള സമഗ്രമായ പാർട്ടി സമഗ്രാധിപത്യത്തിനുമെതിരായിട്ടുള്ള അതിശക്തമായ ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് UDF പ്രവർത്തകരും UDF അനുഭാവികളും മാത്രമല്ല, ഇടതു മനസ്സുള്ള കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, CPM അടക്കം CP ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലെ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളൊരു വലിയ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഒരിക്കൽ കൂടി CPM-ന്റെ നേതൃത്വത്തിലുള്ള തുടർഭരണം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഒരു തുടർഭരണം CPM-ന്റെ ഇടതു മനസ്സുള്ള സാധാരണ പ്രവർത്തകരും മൂല്യബോധമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കിനോടൊപ്പം ഇടതു ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.